അങ്ങനെ സമരം ചെയ്യുന്നവരുടെ തലയടിച്ച് പൊളിക്കാനാണ് നീക്കമെങ്കിൽ വിട്ടുകൊടുക്കില്ല എന്നുള്ള നിലപാടിൽ തന്നെയാണ് SFI. ഇപ്പൊ നമുക്ക് ഇന്നത്തെ ചർച്ചയിലൂടെ തന്നെ നമുക്ക് കാര്യങ്ങൾ വ്യക്തമാവുന്നുണ്ട്. 100 ദിവസത്തെ ഭരണം ഈ സംസ്ഥാനത്ത് കഴിഞ്ഞു. ഈ 100 ദിവസങ്ങളിൽ ഒരു ഗവൺമെന്റ് മുന്നോട്ട് വെച്ച എല്ലാ ടാർഗറ്റുകളും നേടിയെടുത്തുകൊണ്ട് വളരെ മികച്ചൊരു ഭരണവുമായി മുന്നോട്ട് പോകുന്നു. മാർക്സിസ്റ്റ് പാർട്ടിക്കോ അവരുടെ യുവജന വിദ്യാർത്ഥി സംഘടനകളായ DYFIക്കോ SFIക്കോ തെരുവിറങ്ങാൻ സാധിക്കുന്നില്ല. അപ്പൊ ഇതിനെ ഒരു അവസരമാക്കി ഉപയോഗിക്കുകയാണ്. പെട്രോളിയം വിലവർദ്ധനയെ സംബന്ധിച്ച് ഇന്ന് രാജ്യവ്യാപക പ്രതിഷേധം. അപ്പൊ ഇത് ഇന്ന് കോൺഗ്രസ് കോർ കമ്മിറ്റി യോഗം ചേരുന്നുണ്ട്. അടുത്ത വർഷത്തിൽ കേന്ദ്ര ഗവൺമെന്റിന് വേണമെങ്കിൽ ഈ വിഷയത്തിൽ ജനാഭിപ്രായം മാനിച്ചുകൊണ്ട് തീരുമാനമെടുക്കാം. പെട്രോളിയം വിലവർദ്ധനവിന്റെ അധികാരം കേന്ദ്ര ഗവൺമെന്റ് തിരിച്ചെടുക്കാം. അപ്പൊ അതോടുകൂടി ആ വിഷയം കഴിയും. പക്ഷെ ഇവിടെ SFIയും CSIയും ശ്രമിക്കുന്നത് ആ വിഷയം തീർന്നാലും ഞങ്ങൾക്ക് ഈ സമരം മുന്നോട്ട് കൊണ്ടുപോകണം. അപ്പൊ അതിനെ ഇവിടെ SFI DYFI പ്രവർത്തകരെ പോലീസ് ആക്രമിച്ചു എന്ന വിഷയം ശ്രദ്ധിക്കണം. ഈ വിഷയത്തിലൂടെ അടുത്ത ദിവസം ഇപ്പോൾ ബിജു തന്നെ നല്ല നയം വ്യക്തമാക്കി കഴിഞ്ഞത് മന്ത്രിമാരെ വൈകിട്ടിറങ്ങി എന്ന് പറഞ്ഞാൽ പെട്രോളിയം വിലവർദ്ധനയെ സംബന്ധിച്ച് കേന്ദ്ര ഗവൺമെന്റ് എത്ര അനുകൂല തീരുമാനമെടുത്താലും ഞങ്ങളുടെ പ്രവർത്തകരെ മർദ്ദിച്ചു എന്നതിന്റെ പേരിൽ മന്ത്രിസഭയ്ക്കും ഗവൺമെന്റിനും മന്ത്രിമാർക്കുമെതിരെ സമരം ഞങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുമെന്ന് പറയുന്നതിലൂടെ എങ്ങനെയും സമരം സൃഷ്ടിക്കുക എന്ന ഒരു അജണ്ടയില്ലേ എന്ന ന്യായമായ സത്യം ഇത് കേൾക്കുന്ന എല്ലാവർക്കും തോന്നും. കാരണം മറ്റു വിഷയങ്ങളിൽ ഗവൺമെന്റ് ഈ സംസ്ഥാനം ഭരിക്കുന്ന ഗവൺമെന്റ് ജനവിരുദ്ധമായ ഒരു നിലപാടുകളും എടുക്കാതെ സംസ്ഥാനത്തിന്റെ സമഗ്ര പുരോഗതിക്ക് അനുകൂലമായ തീരുമാനം എടുക്കുന്നതുകൊണ്ട് വിഷയം വഴിതിരിച്ചു വിട്ട് അടുത്ത ദിവസങ്ങളിൽ സംസ്ഥാന സർക്കാരിനെ അടിക്കാനുള്ള ഒരു വഴിയായി ഉപയോഗപ്പെടുത്തുകയാണോ എന്ന് ന്യായമായ സംശയം. അങ്ങനെ ഒരു ന്യായമായ സംശയം ഉണ്ട് ലിജുവിന്. ഒന്ന്, ലിജു പറഞ്ഞ 100 ദിവസക്കാലത്തെ വിദ്യാഭ്യാസ മേഖലയിലെ പ്രവർത്തനങ്ങളെ സംബന്ധിച്ചാണ് ചർച്ചയെങ്കിൽ ഞാൻ ലിജു പറഞ്ഞതിനുള്ള ഓരോ അക്കൗട്ട് അത് ഞാൻ മറുപടി പറയാം. അത് ഞങ്ങൾക്കുണ്ട്. ആ ക്യാമ്പയിൻ ഞങ്ങൾ ഏറ്റെടുക്കുന്നുണ്ട്. 20-30 വരെ ക്യാമ്പയിനാണ്. 30 മുതൽ ശക്തമായിട്ടുള്ള പ്രക്ഷോഭമായിട്ട് മുമ്പോട്ട് പോകും. ഈ പ്രശ്നം അതല്ല. ഇവിടെ ഞാൻ പറഞ്ഞല്ലോ, ലിജു ചൂണ്ടിക്കാണിക്കട്ടെ ഏത് തരത്തിലുള്ള പ്രകോപനമാണ് SFI പ്രവർത്തകർ ഉണ്ടാക്കിയത്. 2 SFI പ്രവർത്തകരെ 19 പോലീസുകാർ വളഞ്ഞിട്ട് SFIയുടെ നേതാക്കന്മാരെ വളഞ്ഞിട്ട് ആക്രമിക്കാനുള്ള എന്ത് പ്രകോപനമാണ് ഇന്നുണ്ടായത്? അപ്പോൾ ഒരു പ്രകോപനവും ഇല്ലാതെ പോലീസിന് ഉപയോഗിച്ച് ഇത് മുഖ്യമന്ത്രി തന്നെ വാർത്താ സമ്മേളനം നടത്തി പറഞ്ഞതാണ്. വേണമെങ്കിൽ നിയന്ത്രിച്ചോളാം, അല്ലെങ്കിൽ ഞങ്ങൾ കൈകാര്യം ചെയ്യുമെന്ന് മുഖ്യമന്ത്രി ഇത് വിട്ടുകൊടുക്കാൻ ഞങ്ങൾ ഉദ്ദേശിച്ചിട്ടില്ല. വളരെ ശക്തമായി. പക്ഷേ ഇപ്പോൾ ലിജു ഉന്നയിച്ച ഒരു സംശയം, കാരണം ഇത് വഴിതിരിച്ചു വിട്ട് സർക്കാരിനെ അടിക്കാനുള്ള ഒരു ആയുധമാക്കി ഈ ഒരു വിഷയത്തെ എടുക്കാനാണോ ശ്രമിക്കുന്നത്? സർക്കാരിനെ അടിക്കുക SFI മാത്രമല്ല, DYFIയും AYFും ഒക്കെ ആ ഒരു തരത്തിലേക്ക് കാര്യങ്ങൾ കൊണ്ടുപോകുന്നു എന്നൊരു സംശയം ന്യായമായി വരുന്നത്. അങ്ങനെയല്ല. വിദ്യാഭ്യാസ മേഖലയിൽ തന്നെ ഈ ഗവൺമെന്റ് ഒട്ടേറെ തെറ്റായ നയങ്ങൾ സ്വീകരിക്കുന്നുണ്ട്. ഇപ്പോൾ 19 കോളേജുകളാണ് അംഗീകാരം. അതൊക്കെ വെച്ചുകൊണ്ട് ശക്തമായിട്ടുള്ള സമരങ്ങൾ ഏറ്റെടുത്ത് കൊണ്ടുപോകേണ്ട ഒരു കാലഘട്ടമാണ് നമ്മുടെ മുമ്പിൽ നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇതൊന്നുമല്ല പ്രശ്നം. ഇത് ഇന്നലെ ഉണ്ടായിട്ടുള്ള ഒരു വിഷയത്തിൽ ഇന്നലെയാണ് കേന്ദ്രം ഇതിനകത്ത് പെട്രോൾ വില വർദ്ധിപ്പിക്കാൻ വേണ്ടി തീരുമാനിച്ചത്. അതിൻ്റെ സ്വാഭാവികമായിട്ടുള്ള പ്രതിഷേധമാണ് നടത്തിയത്. വളരെ ന്യായമായി, വളരെ മാന്യമായി, ഒരു തരത്തിലുള്ള പോലീസിനോ ഒരു ബാരിക്കേഡിനോ ഒരു കുഴപ്പവും വരാതെ മാന്യമായി പ്രകടനം നടത്തി ഉദ്ഘാടനം കഴിഞ്ഞ് എല്ലാവരും പല സ്ഥലത്തുള്ളവരാണ് തിരിച്ചുപോയി. യൂണിവേഴ്സിറ്റി കോളേജിൽ ആകെ ഉണ്ടായിരുന്ന 5-6 വിദ്യാർത്ഥികളാണ്. അവിടെ ഒരു ഡിപ്പാർട്ട്മെൻറ്റിൽ മാത്രമേ ക്ലാസ് ഉണ്ടായിരുന്നു. ആ ഡിപ്പാർട്ട്മെൻറ്റ് തെരഞ്ഞു പിടിച്ച് അവിടെ പോയി അവിടെ ഇരുന്ന 2 കുട്ടികളെ പിടിച്ചുകൊണ്ടുപോയി പോലീസ് കൊണ്ടുപോകുന്നു. അത് തടയാൻ ശ്രമിച്ച SFIയുടെ 2 നേതാക്കന്മാരെ 19 പോലീസുകാരായിരുന്നു പേപ്പട്ടിയെ പോലെ അടിക്കുക. പോലീസിനൊക്കെ പിടിച്ചുകൊണ്ട് പോയപ്പോൾ എന്തിന് പേപ്പട്ടിയെ പോലെ അടിക്കുന്നത്? അപ്പോൾ ഇത് കാണണം കുട്ടികൾ. നാളെ നിങ്ങൾക്കും ഇതാണ്, നേതാക്കന്മാർക്ക് ഇതാണ് ഗതി, നിങ്ങൾക്കും ഇതാണ് ഗതി. നാളെ സമരത്തിൽ ആൾ പങ്കെടുക്കരുത്. അത് ഞങ്ങൾ ന്യായമായി ഉണ്ടാകുന്ന ഒരു സംശയം, സംഗതി ഈ ഒരു സമരത്തിലേക്ക് വരുന്നു. ഈ ഒരു സമരം സ്വാഭാവികമായി ഈ സർക്കാർ മാത്രമാണ്, നമ്മുടെ സംസ്ഥാന സർക്കാരാണ്. നേരത്തെ ഇടതുപക്ഷം ഭരിച്ചിരുന്നപ്പോൾ പെട്രോളിന്റെ അധിക നികുതി വേണ്ടെന്ന് വയ്ക്കാനുള്ള ഒരു ആർജവം കാട്ടിയിരുന്നില്ല. അന്ന് നിങ്ങളെപ്പോലുള്ള സംഘടനകളൊന്നും സ്വന്തം സർക്കാരിനോട് അത്തരം ഒരു ആവശ്യം വേണമെന്ന് ആവശ്യപ്പെട്ട് സമരരംഗത്ത് വന്നിരുന്നതുമില്ല. ഇവിടെ വളരെ കൃത്യമായി ഒരുപക്ഷെ മുഖ്യമന്ത്രി പറഞ്ഞതുപോലെ ധനമന്ത്രി ഉണ്ടായിരുന്നെങ്കിൽ ആ ഒരു തീരുമാനം സ്വാഭാവികമായി ഉണ്ടായേനെ. അതിനുപോലും കാത്തു നിൽക്കാതെ ക്ഷമയില്ലാതെ സമരരംഗത്തേക്ക് ഇറങ്ങുക, അക്രമം അഴിച്ചുവിടുക. SFIയുടെ ഒരു കാര്യം മാത്രമല്ല ഞാൻ സൂചിപ്പിക്കുന്നത്. ബിജു പ്രതിനിധാനം ചെയ്യുന്ന പ്രസ്ഥാനത്തിന്റെ യുവജന സംഘടന ഈ സമരം ഏറ്റെടുത്ത് പലയിടങ്ങളിലും അക്രമം നടത്തി. ഇപ്പോൾ പുതിയ വാർത്ത വരുന്നത് കണ്ണൂരിൽ റിലയൻസിന്റെ പമ്പ് തല്ലി തകർത്തിരിക്കുന്നു എന്ന് വാർത്ത വരുന്നു. 4 വാഹനങ്ങൾ കത്തിക്കുന്നു. അപ്പോൾ അത്തരത്തിലുള്ള സമരത്തിന്റെ വഴി മാറിപ്പോകുന്നതിലാണ് ന്യായമായ ഒരു സംശയമുള്ളത്. അല്ല, ഒന്ന് കഴിഞ്ഞ ഗവൺമെന്റ് കൊടുത്തില്ല. കഴിഞ്ഞ ഗവൺമെന്റ് അല്ലല്ലോ വില കൂട്ടിയത് കോൺഗ്രസ് അല്ലേ? കോൺഗ്രസ് നേതൃത്വം കൊടുക്കുന്ന UPA സർക്കാരല്ലേ? ഇന്ന് സംസ്ഥാന സർക്കാരിനെതിരെ അല്ലല്ലോ സമരം നടത്തിയത്. കേന്ദ്ര സർക്കാർ ഓഫീസുകളിലേക്ക് സ്വാഭാവികമായി കോൺഗ്രസ് പാർട്ടിയുടെ നയത്തിനെതിരെയുള്ള പ്രതിഷേധമാണ് ഇന്ന് കൊണ്ടുവന്നത്. ആ പ്രതിഷേധത്തിന് അടിച്ചമർത്താൻ ശ്രമിക്കുകയും സംസ്ഥാന സർക്കാർ ഇതിനകത്ത് കക്ഷിയാവുകയല്ലേ ചെയ്തത്. സംസ്ഥാന സർക്കാരിനെ സംബന്ധിച്ച് പ്രതിപക്ഷം തന്നെ ഇന്ന് പറഞ്ഞല്ലോ സംസ്ഥാന സർക്കാർ നികുതി കുറയ്ക്കണം. അതോടൊപ്പം തന്നെ കോൺഗ്രസിൻ്റെ നിലപാട്, കോൺഗ്രസ് പാർട്ടിയുടെ നിലപാടിൽ പ്രതിഷേധിച്ചാണ് ശക്തമായിട്ടുള്ള പ്രതിഷേധങ്ങൾ ഉയർത്തിക്കൊണ്ടുവന്നത്. അപ്പോൾ മാന്യമായി പ്രതിഷേധിക്കണ്ടേ? ഇവിടെ ജനാധിപത്യപരമായി പ്രതിഷേധിക്കണ്ടേ? ആ ജനാധിപത്യപരമായി പ്രതിഷേധിച്ചാൽ 1-2 നേതാക്കന്മാരെ 19 പോലീസുകാർ ചേർന്ന് വളഞ്ഞിട്ട് അടിക്കുക. അവർക്കൊക്കെ പിടിച്ചു. മാന്യമായി പ്രതിഷേധിക്കുകയായിരുന്നു ലിജു, എന്നിട്ടും പോലീസിനെ ഉപയോഗിച്ച് അടിച്ചമർത്താൻ ശ്രമിക്കുകയാണ്. എനിക്ക് അതിനോട് പൂർണ്ണ യോജിപ്പില്ല. കാരണം സ്വാഭാവികമായി നമുക്കറിയാം, ഞാൻ നേരത്തെ മുമ്പ് വിശേഷിപ്പിച്ചത് പറഞ്ഞതുപോലെ
ഒരു ഗവൺമെന്റിനെതിരെയുള്ള ഒരു ആയുധം ഇവിടെ CPM-ന്റെ വിദ്യാർത്ഥി സംഘടന സൃഷ്ടിക്കുകയാണ് എന്ന കാര്യത്തിൽ സംശയവും വേണ്ട. കാരണം പെട്രോളിയം വിലവർദ്ധനയെ സംബന്ധിച്ച് രാജ്യവ്യാപക പ്രതിഷേധമുണ്ട്. യൂത്ത് കോൺഗ്രസിന് ആ വിഷയത്തിൽ ശക്തമായ അഭിപ്രായമുണ്ട്. പെട്രോൾ വില ഇപ്പോൾ വർദ്ധിപ്പിച്ചത് ഏത് ന്യായീകരണം പെട്രോൾ കമ്പനികൾ പറഞ്ഞാലും അത് അംഗീകരിക്കാൻ കഴിയുന്ന ഒന്നല്ല. നാളെ കേന്ദ്ര ഗവൺമെന്റ് ആ പ്രശ്നത്തിൽ തീരുമാനമെടുക്കുന്നതോടുകൂടി ആ വിഷയത്തിൽ പരിഹാരമാവും. പക്ഷെ അതുകൊണ്ട് മാത്രം പ്രശ്നം അവസാനിപ്പിക്കരുത് എന്നും തുടർച്ചയായ സമരങ്ങളിലേക്ക് വിദ്യാർത്ഥികളെയും യുവജനങ്ങളെയും രംഗത്തിറക്കണം എന്നുള്ള ഒരു അജണ്ടയാണ് ഇവിടെ നടപ്പിലാകുന്ന കാര്യത്തിൽ സംശയമൊന്നും വേണ്ട. തീർച്ചയായും വിദ്യാർത്ഥി നേതാക്കന്മാർക്ക് പോലീസിന്റെ മർദ്ദനം ഏറ്റുവാങ്ങുന്ന കാര്യത്തിൽ ഒരു യുവജന സംഘടന നേതാവുന്ന കാര്യത്തിൽ എനിക്ക് വ്യക്തിപരമായും സംഘടനാപരമായും വിഷമമുണ്ട്. പക്ഷെ ഇത് മുൻകാലങ്ങളിലും ഇടതുപക്ഷ ഗവൺമെന്റ് കാലഘട്ടത്തിൽ വളരെ ക്രൂരമായ അനുഭവത്തിലുള്ള ഒരു നയമാണ്. ഇവിടെ യൂണിവേഴ്സിറ്റി കോളേജിൽ ഇതിനു മുമ്പ് നടന്ന സംഭവവികാസങ്ങളെ സംബന്ധിച്ചും ദൃശ്യങ്ങളൊന്നും തന്നെ ഇല്ല. അപ്പൊ അതൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ, അതിലൊക്കെ മനസ്സിലാക്കാൻ സാധിക്കുന്നത് DYFIയും ഒരു SFIയും ഒരു സമര അന്തരീക്ഷം ഈ സംസ്ഥാനം സൃഷ്ടിക്കുവാനുള്ള ഒരു അജണ്ട ഇവിടെ നടപ്പിലാക്കുകയാണ്. പെട്രോളിയം വിലവർദ്ധനം അല്ല ഇവിടെ പ്രശ്നം. 100 ദിവസമായി നന്നായി ഭരിക്കുന്ന ഒരു ഗവൺമെന്റിന്റെ പ്രവർത്തനങ്ങളെ കരുതേരിച്ച് കാണിക്കുവാനും വരും ദിവസങ്ങളിൽ മന്ത്രിമാരെ വൈകി തടയുവാനും സംഘർഷം സൃഷ്ടിക്കുവാനുമുള്ള ആസൂത്രിതമായ ഒരു ശ്രമമാണ് ഇവിടെ നടക്കുന്നത്. ആ ഒരു സംശയം ന്യായമായി നിൽക്കുന്നുണ്ട് ബിജു. കാരണം വാഹനങ്ങൾ കത്തുന്നു, നഗരത്തിന്റെ വിവിധ ഭാഗങ്ങളിലായി വിവിധ സമയങ്ങളിലായി ഈ സമരത്തിന്റെ പിന്നാലെ വാഹനങ്ങൾ കത്തുന്നു, റെയിൽവേ കേന്ദ്രത്തിന് നേരെ കല്ലേറ് നടക്കുന്നു. ഞാൻ പറഞ്ഞല്ലോ, ഇന്ന് രാവിലെ ഉച്ചവരെ എല്ലായിടവും മാന്യമായുള്ള പ്രതിഷേധം. അപ്പോൾ പ്രതിഷേധ സമരങ്ങളോട് ഒരു ജനാധിപത്യ ഗവൺമെന്റ് സ്വീകരിക്കേണ്ട ഒരു നയമുണ്ട്. ഇപ്പോൾ ലിജു പറഞ്ഞല്ലോ, അവരും സമരം നടത്തില്ല. കഴിഞ്ഞ 5 വർഷം എവിടെയാണ് ഗ്രനേഡ് എറിഞ്ഞത്? വിദ്യാർത്ഥി സമരങ്ങൾ ഒരുപാട് നടത്തി. സെക്രട്ടറിനകത്ത് പോലും KSUകാർ സമരം നടത്തിയിട്ടുണ്ട്. ഒരു സമരത്തിന് നേരെ ഗ്രനേഡ് എറിയുന്നില്ല, ഒരു സമരത്തിന് നേരെയും പോലീസ് ഇതുപോലെ അതിക്രമം കാണിക്കുന്നില്ല. ഇന്ന് പോലീസ് കാണിച്ചത് ബോധപൂർവമാണ്. അത് കേരളത്തിലെ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി തന്നെ പത്രസമ്മേളനം നടത്തി പറഞ്ഞത് അത് അക്ഷരം പ്രതി നടപ്പിലാക്കുകയാണ്. അതിനുവേണ്ടി ഒരു ഉദ്യോഗസ്ഥനെ ചുമതലപ്പെടുത്തി. ആ ഉദ്യോഗസ്ഥനാണ് നേരിട്ട് SFIയുടെ സംസ്ഥാന വൈസ് പ്രസിഡന്റ്. ഒരു പ്രകോപനമില്ല, അദ്ദേഹം തന്നെ അടിക്കുകയാണ്. അപ്പോൾ ഒരു ഉദ്യോഗസ്ഥനെ ചുമതലപ്പെടുത്തുക, ആ ഉദ്യോഗസ്ഥനെ കൊണ്ട് കോളേജിനകത്ത് കയറ്റുക, കോളേജിനകത്ത് കയറ്റി അവിടെ നേതാക്കന്മാരെ തല്ലുക, എന്നിട്ട് അതിൻ്റെ ഭാഗമായി എന്തെങ്കിലും പ്രതിഷേധം ഉണ്ടായാൽ അക്രമം എന്ന് പറയുക. അതിൻ്റെ മുമ്പിൽ ഞങ്ങൾ കീഴടക്കില്ല. ഗവൺമെന്റ് മാന്യമായ സമീപനം. സ്വാഭാവികമായി ഈ ഒരു വിഷയത്തിൽ ഈ പെട്രോളിയം വിലവർദ്ധനവുമായി ബന്ധപ്പെട്ട് SFI ഇനി എന്താണ് ലക്ഷ്യം വയ്ക്കുന്നത്? അല്ല, തിങ്കളാഴ്ച ഇന്നത്തെ പോലീസ് അത് കാരണം ഇങ്ങനെ വിട്ടുകൊടുക്കാൻ കഴിയില്ല. ഇനിയിപ്പോൾ നാളെ സമരം നടത്തിയാൽ എല്ലാവരെയും ഇതാണ് സ്ഥിതിയെങ്കിൽ കേരളത്തിൽ ആർക്ക് സമരം നടത്തണ്ടേ? ഈ ഗവൺമെന്റ് എന്ത് നയം? ഈ ഗവൺമെന്റ് ഇഷ്ടം പോലെ ഈ സ്വാശ്രയ മുതലാളിമാർ പറയുന്ന പോലെ കാര്യങ്ങൾ നടത്തുന്നു, സാമുദായിക ശക്തികൾ പറയുന്ന പോലെ വിദ്യാഭ്യാസ മേഖലയിൽ ഇടപെടുന്നു. അതിനെതിരെയൊക്കെ സമരം കേരളത്തിൽ ഉയർന്നു വരണം. അത് കേരളത്തിലെ ജനങ്ങളുടെ ആഗ്രഹമാണ്. കേരളത്തിലെ ജനങ്ങൾക്ക് ആഗ്രഹം പ്രകാരം വിദ്യാഭ്യാസ മേഖലയെ മാറ്റിയെടുക്കണം. അതാണ് ഞങ്ങളുടെ ഉത്തരവാദിത്വം. ആ സമരം ഇത്തരം അക്രമങ്ങളൊക്കെ വരുമ്പോൾ ഈ നമ്മുടെ ബഹുജനങ്ങൾ നിങ്ങളോട് ഈ സമരത്തോട് സ്വാഭാവികമായി തന്നെ ഒരു അകൽച്ച കാണിക്കും. ഇതൊന്നും ബോധപൂർവ്വം ഉണ്ടാവുന്ന അക്രമങ്ങളല്ലല്ലോ. ഒരു മാന്യമായ ഒരു സമരം നടത്തുന്ന നേതാക്കന്മാരൊക്കെ SFI ആയിരുന്നാലും DYFI ആയിരുന്നാലും ഞങ്ങളുടെ കയ്യിൽ പോലീസുണ്ട്, ഞങ്ങളുടെ കയ്യിൽ സംവിധാനമുണ്ട്, ഞങ്ങൾക്ക് ഇവിടെ ആരെയും ഭയക്കാനില്ല, അതുകൊണ്ട് അടിച്ചങ്ങ് പൊളിക്കുക. അടിച്ചൊക്കെ പൊളിക്കപ്പോൾ സ്വാഭാവികമായിട്ടുള്ള പ്രതിഷേധങ്ങൾ ഉയർന്നു വരും. തീർച്ചയായും സ്വാഭാവിക പ്രതിഷേധങ്ങളായിരുന്നു ഇന്ന് നഗരത്തിൽ തലസ്ഥാനത്ത് നമ്മൾ കണ്ടത്. എന്തായാലും നമുക്ക് സമയം അതിക്രമിച്ചിരിക്കുന്നു, അതിനാൽ ചർച്ച അവസാനിക്കുകയാണ്. വളരെയധികം നന്ദി ശ്രീ P. ബിജു, ഒപ്പം ശ്രീ M. ലിജു ഈ ചർച്ചയിൽ ഞങ്ങളോടൊപ്പം സഹകരിച്ചതിന്. ജനങ്ങൾക്ക് ഞങ്ങളുടെ ന്യൂസ് ടുഡേയുടെ അഭിപ്രായങ്ങളോട് പ്രതികരിക്കാം, ചർച്ചകളോട് പ്രതികരിക്കാം. ഞങ്ങളുടെ ഫേസ്ബുക്കിലും ട്വിറ്ററിലും പ്രതികരിക്കാം. ഒപ്പം newstoday@gmail.com എന്ന വിലാസത്തിൽ നിങ്ങളുടെ അഭിപ്രായങ്ങളും അറിയിക്കാം. മറ്റൊരു വിഷയവുമായി നാളെ കാണാം. ജയിക്കുന്നു.